റിപ്പോർട്ടർ ഇംപാക്ട് തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിൽ ദളിത് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയ ഭൂമിയിൽ നിന്ന് മണ്ണും പാറയും കടത്തി ക്വാറിക്ക് സമാനമാക്കിയ സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. 3 ആഴ്ചയ്ക്കകം ഭൂമി വീട് വയ്ക്കാൻ പാകത്തിൽ ആക്കണമെന്ന് കരാറുകാരൻ വിജയന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നിർദ്ദേശം നൽകി. കരാറുകാരൻ പാവങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ഇവരുടേത് കൂടാതെ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ ഭൂമിയിൽ കയറിയും വിജയൻ മണ്ണും പാറയും കടത്തിയെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിൽ 4 ദളിത് കുടുംബങ്ങൾ അടക്കമുള്ളവരുടെ ഭൂമി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീട് വെക്കുന്നതിന് വേണ്ടി നിരപ്പാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് വിജയൻ എന്ന കരാറുകാരൻ അവിടെ നിന്ന് മണ്ണ് കുഴിച്ചെടുത്തതും പാറ ഖനനം നടത്തി കൊണ്ടുപോയ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. അവിടെ നിലവിലെ സാഹചര്യത്തിൽ വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യമില്ല. അക്ഷരാർത്ഥത്തിൽ പാവങ്ങളെ പറ്റിക്കുകയായിരുന്നു ഈ കരാറുകാരൻ. ആ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. കരാറുകാരനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി. എന്താണ് അതിൽ പ്രസിഡന്റിന് തോന്നിയത്? ഞാൻ റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണ് ഈ വിഷയത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നത്. ഞാൻ ഇന്നലെ തന്നെ ആ സംഭവ സ്ഥലത്ത് പോയി എന്ന് മാത്രമല്ല, പരാതിക്കാരെയും അതുപോലെ തന്നെ ഈ കരാറുകാരൻ ഭൂമി അവർക്ക് പ്ലോട്ട് തിരിച്ച് വാസയോഗ്യമായ ഭവനം വയ്ക്കുന്നതിനുള്ള ഭൂമിയാക്കി തിരിച്ചു കൊടുക്കാമെന്ന് ഏറ്റ കരാറുകാരനായ വിജയനെയും ഞാൻ ഇന്നിവിടെ എൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ചേംബറിൽ വിളിച്ചു വരുത്തി. അവരെ മുഴുവൻ പേരുടെയും പരാതികൾക്ക് ഇതിനകത്തൊരു മുക്തി എഗ്രിമെൻ്റ് അവരെഴുതി ഉണ്ടാക്കിയിരുന്നു. ആ എഗ്രിമെൻ്റ് അവിടെ അവർക്ക് ഓരോ പ്ലോട്ടും വാസയോഗ്യമായ വീട് വയ്ക്കുന്നതിന് യോഗ്യമാക്കി കൊടുക്കാമെന്നാണ് വിജയൻ ആ കരാറിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ കരാറടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചു വരുത്തി അവരുടെ സങ്കടം കേൾക്കുകയും അതുപോലെ തന്നെ ഈ വിജയനോട് ഒരു കൃത്യമായി വളരെ കൃത്യതയോടുകൂടി വിജയൻ എന്നോട് ആവശ്യപ്പെട്ടത് 20 ദിവസമാണ്. 25 ദിവസത്തിനുള്ളിൽ അവർക്ക് പ്ലോട്ട് തിരിച്ച് വാസയോഗ്യമായ ഭവനം വയ്ക്കുന്നതിന് കൃത്യത വരുത്തി കൊടുക്കാമെന്ന ഉറപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പ് വെച്ച് ഏറ്റിട്ടാണ് അവരിന്ന് പോയിരിക്കുന്നത്. കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ. എന്താണ് പ്രസിഡന്റ് അവിടെ ആക്ച്വലി സംഭവിച്ചത്? അത് തീർച്ചയായിട്ടും നേമം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ച മണ്ണും വീടും ഭവന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നേമം ബ്ലോക്ക് പഞ്ചായത്താണ്. മണ്ണും വിവരങ്ങളുമായി ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. നമ്മൾ പ്രേക്ഷകരിലേക്ക് അധികൃതരിലേക്ക് എത്തിച്ച ഒരു വാർത്ത കൂടി പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിലൊരു ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല മറ്റു പലയിടത്തും വിജയനാള് ചില്ലറക്കാരനല്ല എന്നതാണോ പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്? ഉറപ്പായും സുജിയ, ഇന്നിപ്പോൾ വിജയനെ നേരിട്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഒപ്പം അവിടെ തട്ടിപ്പിനിരയായ 4 കുടുംബാംഗങ്ങളും അവിടെ എത്തിയിരുന്നു. അവരോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. ഇന്നലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പോവുകയും അവരുടെ ഒരു സങ്കടം കൃത്യമായി കാണുകയും ചെയ്തതാണ്. വാർത്തയിൽ കണ്ടതിനേക്കാൾ ഉപരിയായിട്ടാണ് നേരിട്ട് പോയിട്ട് കണ്ട സമയത്ത് തോന്നിയത് എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും അതിനൊരു പരിഹാരമാകുന്നുണ്ട് സുജിയ. 3 ആഴ്ച 25 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. ഈ 25 ദിവസത്തിനകം ആ ഭൂമി വീട് വെക്കാൻ പാകത്തിലാക്കി കൊടുക്കണം എന്ന നിർദ്ദേശമാണ് കരാറുകാരന് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് നേരത്തെ സുജയ പറഞ്ഞ സംഭവം ഉണ്ടായത്. അതായത് ഈ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത തൊട്ടടുത്തുള്ള 20 സെന്റ് ഭൂമി അവരുടെ പേര് ഷീജ എന്നാണ്. അവരുടെ ഭൂമിയിൽ കയറിയും ഈ മണ്ണും പാറയും അവിടുന്ന് ഖനനം ചെയ്ത് കൊണ്ടുപോയി എന്ന പരാതിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതേ വീട് ഉള്ള പദ്ധതിയിൽ തന്നെ ഇയാൾക്ക് കരാറ് കൊടുക്കാത്ത മറ്റൊരാളുടെ രാജൻ എന്ന് പറഞ്ഞയാളുടെ സ്ഥലത്ത് കയറിയും ഇതേ പണി ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ സുജയ, ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിലാണ് ഈ മണ്ണും പാറയും ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ദളിത് കുടുംബങ്ങൾ ഉൾപ്പെട്ട ഇവർക്ക് അവിടെ വീട് വെക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അപ്പോഴും അതിനൊരു സൈഡ് മതിൽ കൊട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും സുജയ, ഉറപ്പായിട്ടും. ഓക്കെ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ കരാറുകാരൻ ഇവരെയും അപ്പുറത്തുള്ളവരെയും ഒക്കെ ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇടപെടൽ വേണ്ടിവരുമല്ലോ. ഈ മണ്ണും പാറയും കടത്തിയ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കണ്ട ഇടം മാത്രമായിരിക്കില്ലല്ലോ, മറ്റിടങ്ങളിലേക്കും ഒക്കെ പോയിട്ടുണ്ടോ എന്നതുകൂടി നമുക്ക് അന്വേഷിക്കാം പ്രസാദ്. അതെ, അത് നോക്കേണ്ടി വരും സുജിയ. കാരണം ഇതുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്തും വിജയന്റെ JCBയുടെ കൈകൾ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല അവിടുന്ന് ഒരു കാരണവശാലും പാറ ഖനനം ചെയ്യാനോ അത് പൊട്ടിക്കാനോ അത് കൊണ്ടുപോകാനോ ഉള്ള ഒരു അനുമതിയുമില്ല. അതിന്റെ അർത്ഥം പഞ്ചായത്തും പോലീസും അതുപോലെ തന്നെ ചില പ്രാദേശിക നേതാക്കളെല്ലാം സഹായിക്കാതെ വിജയൻ ഇത് ചെയ്യാൻ കഴിയില്ല. ആ ലിങ്കിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇത്തരം പാവങ്ങളെ വിജയന്മാർ പറ്റിച്ചുകൊണ്ടേയിരിക്കും സുജിയ.
ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലൈഫ് ഭൂമിയിൽ നിന്ന് മണ്ണ് കടത്തിയെടുത്ത് 3 ആഴ്ചയ്ക്കകം ഭൂമി പഴയപടിയാക്കി കൊടുക്കണമെന്ന് കരാറുകാരനോട് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്.